നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമലയ്ക്ക് വ്രതം നോറ്റ് കറുത്ത വസ്ത്രം ധരിച്ച വിദ്യാർത്ഥിക്ക് വിദ്യാലയത്തിലേക്ക് പ്രവേശനം വിലക്കിയതിൽ പ്രതിഷേധം. കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ അധ്യാപകനെതിരെ പോക്സോ കേസ്. തൃശൂർ സുവോളജിക്കൽ പാർക്കിലെ തെരുവ് നായ ആക്രമണം, പുള്ളിമാനുകൾ ചത്ത സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് വനം മന്ത്രി. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തിൽ സെയിന്റ് ആന്റണി CUPS എലിഞ്ഞിപ്രയിൽ വിജയാഘോഷം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തയിലേക്ക്. ഗുരുവായൂർ ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിന് മുന്നിൽ ഹിന്ദു ഐക്യവേദി സമരം. ശബരിമലയ്ക്ക് വ്രതം നോറ്റ് കറുത്ത വസ്ത്രം ധരിച്ച വിദ്യാർത്ഥിക്ക് വിദ്യാലയത്തിലേക്ക് പ്രവേശനം വിലക്കിയതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. 3ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് പ്രവേശനം നിഷേധിച്ചത്. കറുത്ത വസ്ത്രം ധരിച്ചെത്തിയ 3ാം ക്ലാസ് വിദ്യാർത്ഥിയെ മണിക്കൂറുകളോളം ക്ലാസിന് പുറത്ത് നിർത്തിയതായാണ് പരാതി. സ്കൂളിന് മുന്നിൽ നടത്തിയ സമരം ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് എളവള്ളി അധ്യക്ഷത വഹിച്ചു. RSS കാര്യവാഹക് പ്രസാദ്, വിശ്വൻ, വിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ശരണം വിളിച്ചായിരുന്നു സമരം. വിദ്യാലയത്തിന് മുന്നിൽ പോലീസിനെ വിന്യസിപ്പിച്ചിരുന്നു. കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ അധ്യാപകനെതിരെ പോക്സോ കേസ്. ദേശമംഗലം സ്വദേശി കനകകുമാറിനെതിരെയാണ് കേസ്. സംഭവത്തിൽ കലാമണ്ഡലം പ്രാഥമിക അന്വേഷണം നടത്തി ഇയാളെ സസ്പെൻഡ് ചെയ്തു. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതോടെ ചെറുതുരുത്തി പോലീസിന് പരാതി കൈമാറുകയായിരുന്നു. വൈസ് ചാൻസലർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചെറുതുരുത്തി പോലീസ് കേസെടുത്തത്. ഇയാൾ കലാമണ്ഡലത്തിൽ ഗ്രേഡ് A വിഭാഗത്തിൽപ്പെടുന്ന അധ്യാപകനാണ്. ഇയാൾ പലപ്പോഴും വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് ലഭിച്ച വിവരം. വിദ്യാർത്ഥികളുടെ പരാതിയിന്മേൽ കനകകുമാറിനെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തിരുന്നു. ചെറുതുരുത്തി പോലീസ് വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. അധ്യാപകൻ ക്ലാസിൽ മദ്യപിച്ചു വരുന്നുവെന്നും വിദ്യാർത്ഥികളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നു എന്നാണ് പരാതിയിലുള്ളത്. ഇന്നലെ രാത്രിയോടെ വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്ത് ചെറുതുരുത്തി പോലീസ് ഇന്ന് പുലർച്ചെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. അധ്യാപകനെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് ഉടൻ നീങ്ങുമെന്നാണ് നിഗമനം. തൃശൂർ സുവോളജിക്കൽ പാർക്കിലെ തെരുവ് നായ ആക്രമണം, പുള്ളിമാനുകൾ ചത്ത സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് വനം മന്ത്രി. തൃശൂർ സുവോളജിക്കൽ പാർക്കിലെ തെരുവ് നായ ആക്രമണത്തിൽ പുള്ളിമാനുകൾ ചത്ത സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. ഈ കാര്യം ഗുരുതരമായി കാണുമെന്നും വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു സമിതി രൂപീകരിച്ചതായും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. സംഭവസ്ഥലം അടിയന്തരമായി സന്ദർശിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചതനുസരിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദി G കൃഷ്ണൻ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. സംഭവം വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദി G കൃഷ്ണൻ IFS, വനം വിജിലൻസ് വിഭാഗം CCF ജോർജി P മാത്തച്ചൻ IFS, ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സഖറിയ എന്നിവരാണ് സമിതി അംഗങ്ങൾ. 4 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ടും 2 ആഴ്ചയ്ക്കകം അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കാൻ സമിതിക്ക് നിർദ്ദേശം നൽകി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ആവശ്യമായ മറ്റ് കർശന നടപടികൾ സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ചത്ത പുള്ളിമാനുകളുടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. ക്ഷേത്രവും പരിസരവും ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡിന്റെ നിയന്ത്രണത്തിലാക്കി. പോലീസ് ഏകാദശി വിളക്കാഘോഷത്തിന്റെ ഭാഗമായി DGP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ഗുരുവായൂരിലും സുരക്ഷ കർശനമാക്കാൻ പോലീസ് മേധാവി നിർദ്ദേശം നൽകുകയായിരുന്നു. ക്ഷേത്രത്തിനകത്തും പുറത്തും ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുന്നുണ്ട്. ഏകാദശി വിളക്കാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്.
ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തിൽ സെയിന്റ് ആന്റണി CUPS എലിഞ്ഞിപ്രയിൽ വിജയാഘോഷം സംഘടിപ്പിച്ചു. LP UP ജനറൽ വിഭാഗം ഓവറോൾ 1ാം സ്ഥാനവും LP അറബിക് ഓവറോൾ 2ാം സ്ഥാനവും UP സംസ്കൃതം 3ാം സ്ഥാനവും നേടി വിദ്യാലയം മികവ് തെളിയിച്ചു. വിജയാഘോഷ പരിപാടിയിൽ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ നിത്യ CMC, PTA പ്രസിഡന്റ് സജിൻ ജോസ്, PTA ഭാരവാഹികൾ, സ്കൂൾ ലീഡർ അദ്വൈത എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന ആഹ്ലാദ പ്രകടന റാലിയിൽ മുഴുവൻ വിദ്യാർത്ഥികളും അണിനിരന്നു. കുട്ടികൾക്ക് പായസ വിതരണവും ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില ഉച്ചയോടെ 40 രൂപ കുറഞ്ഞു. ഗ്രാമിന് 11,535 രൂപ, പവന് 92,280 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമലയ്ക്ക് വ്രതം നോറ്റ് കറുത്ത വസ്ത്രം ധരിച്ച വിദ്യാർത്ഥിക്ക് വിദ്യാലയത്തിലേക്ക് പ്രവേശനം വിലക്കിയതിൽ പ്രതിഷേധം. കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ അധ്യാപകനെതിരെ പോക്സോ കേസ്. തൃശൂർ സുവോളജിക്കൽ പാർക്കിലെ തെരുവ് നായ ആക്രമണം, പുള്ളിമാനുകൾ ചത്ത സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് വനം മന്ത്രി. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തിൽ സെയിന്റ് ആന്റണി CUPS എലിഞ്ഞിപ്രയിൽ വിജയാഘോഷം സംഘടിപ്പിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർട്ട് ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.